ടോപ്പ് ട്യൂഷന്റെ സോഷ്യൽ സയൻസ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന മാപ്പ് ഒബ്സർവ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വാസ്കോ ഡ ഗാമാസ് വോയേജ്. വാസ്കോ ഡ ഗാമയുടെ വോയേജിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ചോദിക്കുന്നത്. അപ്പൊ വാസ്കോ ഡ ഗാമയുടെ വോയേജിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് യൂറോപ്പില് പോർച്ചുഗലിലുള്ള ലിസ്ബണിൽ വെച്ചിട്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ദ പ്ലേസ് വേർ വാസ്കോ ഡ ഗാമ അറൈവ്ഡ്. ഏത് പ്ലേസിലാണ് വാസ്കോ ഡ ഗാമ അറൈവ് ചെയ്തത്? അപ്പൊ വാസ്കോ ഡ ഗാമ അറൈവ് ചെയ്തത് ഏഷ്യയിലുള്ള ഇന്ത്യയിലുള്ള കാലിക്കറ്റിലാണ് അല്ലെങ്കിൽ കോഴിക്കോട്ടിലാണ്. പിന്നെ മൂന്നാമത് വന്നിട്ട് ദ ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ് ഹി ട്രാവേഴ്സ്ഡ്. അദ്ദേഹം ട്രാവൽ ചെയ്ത ഓഷ്യൻസും കോണ്ടിനെന്റ്സും ഏതൊക്കെയാണ്? അപ്പൊ അദ്ദേഹം ഇന്ത്യൻ ഓഷ്യൻ അതുപോലെ തന്നെ അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെയൊക്കെ ട്രാവൽ ചെയ്തു. പിന്നെ ആഫ്രിക്കൻ കോണ്ടിനെന്റ്സിലൂടെയാണ് അദ്ദേഹം സെയിൽ ചെയ്ത് വന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വാസ്കോ ഡ ഗാമാസ് വോയേജ് വാസ് ലിസ്ബൺ ഇൻ പോർച്ചുഗൽ, യൂറോപ്പ്. Vasco da Gama arrived at Calicut, that is Kozhikode, in India, Asia. He traversed the Atlantic Ocean and the Indian Ocean and he sailed around continent of Africa. Question: find out and list the impact of Portuguese contact in India in different areas. Different areas പോർച്ചുഗീസിൽ ഇന്ത്യയുമായിട്ടുള്ള കോണ്ടാക്ട് മൂലം ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് കണ്ടുപിടിച്ചിട്ട് ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഡിഫറെന്റ് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. അതായത് പൊളിറ്റിക്കൽ ഫീൽഡ്, അഗ്രികൾച്ചർ സെക്ടർ, നോളജ് സെക്ടർ, കൾച്ചറൽ സെക്ടർ. അപ്പൊ ഈ ഫീൽഡുകൾ അല്ലെങ്കിൽ ഈ ഒരു ഏരിയാസിലൊക്കെ പോർച്ചുഗീസിന്റെ കോണ്ടാക്ട് എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ചെയ്തിരിക്കുന്നതാണ് ലിസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ പൊളിറ്റിക്കൽ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ അതായത് കൊച്ചി, ഗോവ, അതുപോലെ ഡാമൻ ഡ്യൂ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ വന്നിട്ട് പോർച്ചുഗീസിന്റെ റൂളിന്റെ അണ്ടറിൽ വന്നു. അതുപോലെ യൂറോപ്യൻ ഫോർട്ട് ആയിട്ടുള്ള ഫോർട്ട് മാനുവല് കൊച്ചിയിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ യൂറോപ്യന്റെ വാർ ടാക്ടിക്സും അതുപോലെ വെപ്പൺസിനെ കുറിച്ചിട്ടുള്ളൊക്കെ ട്രെയിനിങ് പോർച്ചുഗീസുകാർ കൊടുത്തിരുന്നു. ഇനി അഗ്രികൾച്ചർ സെക്ടർ എടുക്കുകയാണെങ്കിൽ കാഷ്യൂ, പപ്പായ, ഗോവ പോലത്തെ പുതിയ ക്രോപ്സ് ആണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ നോളജ് സെക്ടർ എടുക്കുകയാണെങ്കിൽ പ്രിന്റിംഗ് ടെക്നോളജി അവിടെ ആ ഒരു സമയത്താണ് പോപ്പുലർ ആയത്. പിന്നെ അതുപോലെ ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വരുന്നത് കൾച്ചറൽ സെക്ടർ ആണ്. അപ്പൊ കൾച്ചറൽ സെക്ടറിൽ വന്നിട്ട് ചവിട്ട് നാടകം, അതുപോലെ മാർഗം കളിയൊക്കെ പോപ്പുലർ ആയി. ഇതൊക്കെ ആർട്ട് ഫോംസ് ആണ്. ഇതൊക്കെ വളരെ പോപ്പുലർ ആയി. അതുപോലെ തന്നെ യൂറോപ്യൻ സ്റ്റൈലിലുള്ള കൺസ്ട്രക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. പൊളിറ്റിക്കൽ ഫീൽഡ്: the regions of Kochi, Goa, Daman Diu came under Portuguese rule. Fort Manuel, the first European fort, was built in Kochi. Training was given in European war tactics and weapons. Agricultural sector: new crops like cashew, papaya, guava, and pineapple were introduced. Knowledge sector: printing technology was popularized. Christian religious education centers were started. Cultural sector: art forms like Chautu Nadagam and Margangali were popularized. European style of construction was started. Question: why were the Europeans forced to find a new sea route to Asia? ഏഷ്യയിലേക്ക് പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിക്കാൻ യൂറോപ്യൻസിനെ ഫോഴ്സ് ചെയ്തത് എന്താണ്? ഇപ്പൊ 1453 ടർക്സ് വന്നിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ ക്യാപ്ചർ ചെയ്തു. അപ്പൊ വന്നിട്ട് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് യൂറോപ്പിന്റെയും ഏഷ്യന്റെ ഇടയിലുള്ള ലാൻഡ് ട്രേഡ് റൂട്ടിന്റെ മെയിൻ ഹബ്ബായിരുന്നു. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ ടർക്ക് ക്യാപ്ചർ ചെയ്തതോടെ ആ ഒരു റൂട്ട് ബ്ലോക്ക് ആയി. ഇതാണ് യൂറോപ്യൻസിന് ഏഷ്യയിലേക്കുള്ള സീ റൂട്ട് പുതിയതായി കണ്ടുപിടിക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. In 1453, the Turks captured Constantinople, which was the main hub for the land trade route between Europe and Asia. This conquest blocked the trade route for Europeans. This forced them to find an alternative sea route to continue their profitable trade with Asian countries. Question: who was the first European to reach India by sea and where did he land? സീ വഴി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരായിരുന്നു? അദ്ദേഹം എവിടെയാണ് ലാൻഡ് ചെയ്തത്?
അപ്പൊ സീ വഴി ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ എന്ന് പറയുന്നത് വാസ്കോഡ ഗാമ ആണ്. ഇദ്ദേഹം പോർച്ചുഗലിൽ നിന്നാണ് വന്നിരുന്നത്. അപ്പൊ 1498 അദ്ദേഹം കേരളത്തിലുള്ള കോഴിക്കോടിലുള്ള കാപ്പാടില് ലാൻഡ് ചെയ്തത്. ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Vasco da Gama from Portugal was the first European to reach India by sea. In 1498, he landed at Kappad, which is near Kozhikode, that is Calicut, in Kerala. His successful voyage opened the way for other European powers to come to India for trade. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: What was the Battle of Kolachal? Battle of Kolachal പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ബാറ്റിൽ ഓഫ് കൊളാച്ചിൽ വന്നിട്ട് ട്രാവൻകൂർ ആർമിയും അതുപോലെ തന്നെ ഡച്ചുകാരും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു. ഇത് വന്നിട്ട് 1741 നടന്നത്. ഇത് ലീഡ് ചെയ്തത് മാർത്താണ്ഡവർമ്മ കിങ്ങും അതുപോലെ തന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ആയിരുന്നു. അപ്പൊ ഈ ഒരു യുദ്ധത്തിൽ ട്രാവൻകൂർ ആർമി വന്നിട്ട് ഡച്ചുകാരനെ ഡിഫീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് വന്നിട്ട് നിയർ കന്യാകുമാരിന് അടുത്തുള്ള കൊളാച്ചിൽ വെച്ചിട്ടായിരുന്നു അവർ ഡിഫീറ്റ് ചെയ്തത്. ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Battle of Kolachal was fought in 1741 between the army of Travancore, led by King Marthandavarma and the Dutch East India Company. The Travancore army defeated the Dutch at Kolachal near Kanyakumari. This battle was significant as it ended Dutch colonial ambitions in India. Question: What is Hortus Malabaricus? Hortus Malabaricus പറഞ്ഞാൽ എന്താണ്? ഹോർട്ടസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഇതിനകത്ത് മലബാർ റീജിയനിലുള്ള മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് കമ്പയർ ചെയ്തത് ഹെൻറിക് വാൻ റീഡ് ആണ്. അതായത് ഒരു ഇന്ത്യൻ ഫിസിഷ്യൻ ആയിട്ടുള്ള ഇട്ടി അച്യുതന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇദ്ദേഹം ഈ ഒരു ബുക്ക് കമ്പയർ ചെയ്തത്. ഹെൻറിക് വാൻ റീഡ് പറയുന്നത് ഒരു ഡച്ച് ഗവർണറാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഹോർട്ടസ് മലബാറിക്കസ് is a comprehensive book about the medicinal plants of the Malabar region, Kerala. It was compiled by Hendrik van Reed, a Dutch governor, with the help of an Indian physician named Itti Achudan. The book describes 742 medicinal plants and was one of the first books to be printed with Malayalam script. Question: Look at the given map and find the major centers under the control of the Portuguese, Dutch and French. അപ്പോൾ താഴെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഈ മാപ്പ് നോക്കിയിട്ട് ഡച്ചിന്റെയും ഫ്രഞ്ചിന്റെയും പോർച്ചുഗീസിന്റെയും കൺട്രോളിൽ വരുന്ന മേജർ സെന്റേഴ്സ് ഇന്ത്യയിൽ എവിടേക്കാണെന്നാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഓരോ, അതായത് പോർച്ചുഗീസും ഡച്ചും ഫ്രഞ്ചും ഇതിന്റെ അണ്ടറിൽ വരുന്ന ഓരോ സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ പോർച്ചുഗീസിനകത്ത് വരുന്ന സെന്റേഴ്സ് എന്ന് പറയുന്നത് കൊച്ചി, ഗോവ, ഡാമൻഡ്യൂ ആണ്. അതേസമയം ഡച്ചിന്റെ അണ്ടറിൽ വരുന്നത് നാഗപട്ടണം, ബറൂഷ്, അഹമ്മദാബാദ്, ചിൻസുറയാണ്. പിന്നെ ഫ്രഞ്ച് ഓക്യുപ്പൈഡ് ആയിട്ടുള്ളത് വന്നിട്ട് പോണ്ടിച്ചേരി, യാനം, കരൈക്കൽ, മാഹി എന്നിവയ്ക്കാണ്. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി? ബാറ്റിൽ ഓഫ് പ്ലാസിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്? ബാറ്റിൽ ഓഫ് പ്ലാസി വന്നിട്ട് 1757 ഉണ്ടായത്. ഈ ഒരു ബാറ്റിൽ വന്നിട്ട് ബംഗാൾ നവാബായിട്ടുള്ള സിറാജുദ്ദൗലയും അതുപോലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നിട്ട് ബംഗാൾ നവാബായ സിറാജുദ്ദൗലനെ ഡിഫീറ്റ് ചെയ്തു. അവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിക്ടറിയാണ് ലഭിച്ചത്. ഈ ഒരു വിക്ടറിയാണ് ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ റൂളിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Battle of Plassey was a decisive victory for the British East India Company over the Nawab of Bengal, Sirajuddaula. This victory marked the beginning of British political rule in India. It allowed the British to gain control over the rich resources of Bengal, which they used to expand their empire. Question: What was the subsidiary alliance policy? Subsidiary alliance policy പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ബ്രിട്ടീഷ് കൺട്രോള് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോർഡ് വെല്ലസ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പോളിസിയാണ് സബ്സിഡറി അലയൻസ് പോളിസി എന്ന് പറയുന്നത്. ഈ പോളിസിയിൽ അണ്ടറിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ റൂളേഴ്സ് വന്നിട്ട് ഒരു പെർമനന്റ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ആർമി ആക്സെപ്റ്റ് ചെയ്യുകയും ആ ഒരു ബ്രിട്ടീഷ് ആർമീന്റെ മെയിൻ്റെനൻസ് ഒക്കെ ഈ ഇന്ത്യൻ റൂളേഴ്സ് വഹിക്കുകയും ചെയ്യണമെന്നാണ്. പിന്നെ ഇതിനകത്ത് പിന്നെന്താ പറയുന്നത് വെച്ചാൽ
അവരുടെ കോർട്ടിനകത്ത് തന്നെ ബ്രിട്ടീഷ് റെസിഡന്റ് ആക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ബ്രിട്ടീഷിന്റെ അപ്രൂവൽ ഇല്ലാതെ ഒരു അലയൻസ് മേക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു. അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The subsidiary alliance policy was introduced by Lord Wellesley to expand British control over Indian princely states. Under this policy, Indian rulers had to accept a permanent British army in their territory and pay for its maintenance. They also had to accept a British resident in their court and could not make alliances without British approval. Question: What was the doctrine of lapse? Doctrine of lapse പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഡോക്ട്രിൻ ഓഫ് ലാപ്സെ വന്നിട്ട് ലോർഡ് ഡൾഹൗസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പോളിസിയാണ്. ഈ പോളിസി പ്രകാരം ഒരു സ്റ്റേറ്റിലുള്ള റൂളർ വന്നിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള മെയിൽ ഹയർ ഇല്ലാതെ മരണപ്പെടുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് വന്നിട്ട് ബ്രിട്ടീഷിന്റെ അണ്ടറിലാവുമെന്നാണ്. അപ്പൊ ഈ ഒരു പോളിസി യൂസ് ചെയ്തിട്ട് കുറെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ബ്രിട്ടീഷിന്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഝാൻസി, നാഗ്പൂർ, സത്താരയൊക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The doctrine of lapse was a policy introduced by Lord Dalhousie. According to this policy, if the ruler of a princely state died without a natural male heir, his state would be annexed by the British. This policy was used to take over many Indian states including Satara, Jhansi and Nagpur. Question: Discuss how the Indian princely states were captured by the British with the subsidiary alliance policy and the doctrine of lapse. സബ്സിഡറി അലയൻസ് പോളിസി യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് ലാപ്സെ പോളിസി യൂസ് ചെയ്തിട്ടും എങ്ങനെയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ ക്യാപ്ചർ ചെയ്തത്? ഇപ്പൊ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ രണ്ട് മെയിൻ പോളിസീസ് ആണ് കൊണ്ടുവന്നത്. ഒന്ന് സബ്സിഡറി അലയൻസ് പോളിസിയും മറ്റേത് ഡോക്ട്രിൻ ഓഫ് ലാപ്സും. ഇപ്പൊ സബ്സിഡറി അലയൻസ് പോളിസി വന്നിട്ട് ഒരു സ്റ്റേറ്റിലുള്ള റൂളറിനെ ബ്രിട്ടീഷ് ആർമീനെ ആക്സെപ്റ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ ആ ഒരു ബ്രിട്ടീഷ് ആർമിക്ക് വേണ്ടിയുള്ള മെയിൻ്റെനൻസ് ചാർജ് ഒക്കെ ഈ റൂളർ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രിട്ടീഷിന് ഒരു സ്റ്റേറ്റിലുള്ള മിലിറ്ററി അതുപോലെ ഫോറിൻ അഫയേഴ്സിലൊക്കെ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റി. പിന്നെ വന്നത് ഡോക്ട്രിൻ ഓഫ് ലാപ്സെയാണ്. ഇത് പ്രകാരം വന്നിട്ട് ഒരു റൂളർ നാച്ചുറൽ മെയിൽ ഹയർ ഇല്ലാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു പിൻഗാമി ഇല്ലാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു കിങ്ഡം വന്നിട്ട് ബ്രിട്ടീഷിന്റെ അണ്ടറിലാണ് വരുന്നത് എന്നാണ് ഈ ഒരു പോളിസി പ്രകാരം പറയുന്നത്. അപ്പൊ ഇതുപോലെ ഈ ഒരു പോളിസി യൂസ് ചെയ്തിട്ട് കുറെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ബ്രിട്ടീഷുകാർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് ഝാൻസി. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The British used two main policies to capture Indian princely states. The subsidiary alliance forced rulers to accept and pay for a British army, giving the British control over their military and foreign affairs. The doctrine of lapse stated that if a ruler died without a natural male heir, his kingdom would be taken over the British, which was used to annex states like Jhansi. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: Name the three main land tax systems introduced by the British. ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത 3 മെയിൻ ആയിട്ടുള്ള ലാൻഡ് ടാക്സ് സിസ്റ്റംസ് ഏതൊക്കെയാണ്? അപ്പൊ ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 3 ലാൻഡ് ടാക്സ് സിസ്റ്റം ആണ്. ഒന്ന് പെർമനന്റ് റവന്യൂ സെറ്റിൽമെന്റ്, പിന്നെ വരുന്നത് റയോട്ട് വാരി സിസ്റ്റം, പിന്നെ വരുന്നത് മഹൽവാരി സിസ്റ്റം ആണ്. അപ്പൊ പെർമനന്റ് റവന്യൂ സെറ്റിൽമെന്റ് വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് കോൺവാലിസ് ആണ്. അതേസമയം റയോട്ട് വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് തോമസ് മുൺറോ ആണ്. പിന്നെ മഹൽവാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് വില്യം ബെന്റിങ്ക് ആണ്. അപ്പൊ ഈ സിസ്റ്റംസ് എന്തിനാ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ റവന്യൂ മാക്സിമൈസ് ചെയ്യാനാണ്. അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ഫാമേഴ്സിനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The three main land tax systems introduced by the British were the permanent land revenue settlement, the Rayotwari system, and the Mahalwari system. These systems were designed to maximize revenue for the British. They caused great hardship for Indian farmers. Question: Discuss and prepare a note on how the economic policies of the British affected the farmers and artisans.
ബ്രിട്ടീഷുകാരുടെ എക്കണോമിക് പോളിസീസ് എങ്ങനെയാണ് ഫാമേഴ്സിനെയും അതുപോലെ ആർട്ടിസൻസിനെയും എഫക്റ്റ് ചെയ്തതെന്ന് ഡിസ്കസ് ചെയ്യാം. ബ്രിട്ടീഷ് എക്കണോമിക് പോളിസി വന്നിട്ട് ഫാമേഴ്സിനും ആർട്ടിസനും വളരെയധികം എഫക്റ്റ് ചെയ്തിരുന്നു. ഫാമേഴ്സിന് വന്നിട്ട് നല്ല ഹൈ ടാക്സസ് പേ ചെയ്യേണ്ടി വന്നു. അതായത് വെള്ളപ്പൊക്കമാണെങ്കിലും അതുപോലെ വരൾച്ചയാണെങ്കിലും അവർക്ക് ഈ ഒരു ടാക്സ് അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ ഈ ടാക്സ് അടക്കാൻ പറ്റാണ്ടായപ്പോൾ ഈ ഫാമേഴ്സൊക്കെ വന്നിട്ട് മണി ലെൻഡേഴ്സിൽ നിന്ന് കടം വാങ്ങുകയും കടം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ അവരുടെ ലാൻഡൊക്കെ നഷ്ടമാകുകയും ചെയ്തു. പിന്നെ വരുന്നത് ആർട്ടിസൻസ് ആണ്. ആർട്ടിസൻസിനും അവരുടെ ജോബുകളൊക്കെ നഷ്ടമാകുകയാണ് ചെയ്തത്. കാരണം ബ്രിട്ടനിൽ നിന്ന് വളരെ ചീപ്പായിട്ടുള്ള മെഷീൻ മെയ്ഡ് ഗുഡ്സ് അവർ ബ്രിട്ടീഷുകാർ ഇമ്പോർട്ട് ചെയ്തതോടെ ഇന്ത്യയിലുള്ള ഹാൻഡിക്രാഫ്റ്റ്, അതായത് കോട്ടൺ ക്ലോത്ത്സ്, പോട്ടറി പോലത്തുള്ള ഹാൻഡിക്രാഫ്റ്റിന്റെ മാർക്കറ്റ് ഡിസ്ട്രോയ് ആയി. അങ്ങനെ ആർട്ടിസൻസിനും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The British economic policies harmed both farmers and artisans. Farmers had to pay very high taxes even during floods or droughts, and many fell into debt and lost their land to moneylenders. Artisans lost their jobs because machine-made goods imported from the Britain were much cheaper, destroying the market for Indian handicraft like cotton cloths and pottery. Question: discuss the plight of the people of Bengal from the novel Anand Math and the circumstances that led to it. ആനന്ദ് മത് പറഞ്ഞ നോവലിൽ നിന്നും ബംഗാളിലുള്ള പീപ്പിളിന്റെ സിറ്റുവേഷനും അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷന് അവരിനെ ലീഡ് ചെയ്ത സർക്കംസ്റ്റാൻസസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നോവൽ ആനന്ദ് മത് പ്രകാരം ബംഗാളിലുള്ള പീപ്പിൾ വന്നിട്ട് ദാരിദ്ര്യത്തിൽ നിന്നും വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ ക്രോപ്സ് ഒക്കെ ഫെയിലായി. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അവർ പറഞ്ഞ ഹൈ ടാക്സസ് കൊടുക്കേണ്ടി വരികയും ചെയ്തു. അപ്പൊ ഇത് വന്നിട്ട് ഈ ഒരു ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഈ ബംഗാളിലുള്ള പീപ്പിള് വിൽക്കുകയും, അതായത് അവരുടെ ടൂൾസ്, ഹൗസസ് ഒക്കെ അവര് ഈ ടാക്സ് പേ ചെയ്യാൻ വേണ്ടി വിറ്റു. പിന്നെ അവർക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ ഇല്ലാണ്ടായപ്പോൾ ഗ്രാസും ലീവ്സും അതുപോലെ തന്നെ റാറ്റ്സിനൊക്കെ തിന്നിട്ടാണ് അവർ സർവേ ചെയ്തത്. ഇതുമൂലം അവരുടെ ഇടയിൽ ഡിസീസസ് ഒക്കെ സ്പ്രെഡ് ആവുകയും കുറെ ആളുകൾ ഈ ഒരു ഡിസീസ് കാരണം മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതായിരുന്നു ബംഗാൾ പീപ്പിളിന്റെ അവസ്ഥ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. According to the novel Anand Math, the people of Bengal suffered terribly from famine. The crops failed, but the British government continued to collect high taxes. People sold everything they owned, including their tools and houses, and were forced to eat grass, leaves, and even rats to survive. Diseases spread, and many people died with no one to care for them. Question: why do you think the Santhal people fought against the British? എന്തുകൊണ്ടായിരിക്കും സന്താൽ പീപ്പിൾ ബ്രിട്ടീഷിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തത്? ഇപ്പൊ സന്താൽ പീപ്പിൾ വന്നിട്ട് ബ്രിട്ടീഷിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ കാരണം ബ്രിട്ടീഷുകാർ അവരെ വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ്. ലാൻഡ് ലോഡ്സ്, മണി ലെൻഡേഴ്സ് ഒക്കെ ബ്രിട്ടീഷ് സപ്പോർട്ടോട് കൂടി ഇവരുടെ സന്താൽസിന്റെ ലാൻഡും ഗ്രെയിൻസും അതുപോലെ ഫോറസ്റ്റ് ഒക്കെ കൈയടക്കി വെച്ചു. അപ്പൊ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷർക്ക് അറിയില്ല സന്താൽസിന് അവരുടെ ലാൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. പകരം അവരുടെ ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് അത് കണ്ടിരുന്നത്. ഇത് വന്നിട്ട് സന്താൽസിന് ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റ് ചെയ്യാൻ കാരണമായി. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Santhal people fought against the British because they were facing extreme exploitation. Landlords and moneylenders with British support were unjustly taking their land, grains, and forest resources. The British administration did not understand the Sandals' relationship with their land and only saw it as a way to increase tax revenue, which led the Sandals to rebel. Question: who led the Sandal rebellion and why did it happen? ആരാണ് സന്താൽ റിബല്യൻ ലീഡ് ചെയ്തത്? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഇപ്പൊ സന്താൽ റിബല്യൻ വന്നിട്ട് 1855 ഉണ്ടായത്. ഇത് ലീഡ് ചെയ്തത് രണ്ട് ബ്രദേഴ്സ് ആണ്, സിദ്ധുവും അതുപോലെ തന്നെ കൻഹും പറഞ്ഞ രണ്ട് ബ്രദേഴ്സും. അപ്പൊ ഈ റിബല്യൻ നടക്കാൻ കാരണം എന്താ വെച്ചാല് ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടോട് കൂടി ലാൻഡ് ലോഡ്സും മണി ലെൻഡേഴ്സും ഒക്കെ സന്താൽ ട്രൈബിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ റിബല്യൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The Sandal rebellion that is in 1855 was led by two brothers Sidhu and Kanhu.
The rebellion happened because the Santhal tribe was being exploited by landlords and moneylenders with the support of the British. The British policies took away their traditional lands and rights, forcing them to revolt. Question. What was the Munda rebellion, also known as Al Gulan? Al Gulan എന്ന പേരിലും അറിയപ്പെടുന്ന മുണ്ട റിബല്യൻ പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ മുണ്ട റിബല്യൻ അല്ലെങ്കിൽ അൽ ഗുലാൻ എന്ന് പറയുന്നത് 19th സെഞ്ചുറിയിൽ ബിർസ മുണ്ട ലീഡ് ചെയ്തിട്ടുള്ള ഒരു ട്രൈബൽ അപ്രൈസിംഗ് ആണ്. ഇപ്പൊ ഇത് നടന്നത് ചോട്ട നാഗ്പൂർ റീജിയനകത്താണ്. സ്വന്തമായിട്ടൊരു കിങ്ഡം, അതായത് മുണ്ട രാജ്യം പറഞ്ഞിട്ടുള്ള ഒരു സ്വന്തമായിട്ടൊരു കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മുണ്ടാസ് വന്നിട്ട് അതുപോലെ ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസീസിനെതിരായിട്ടും മണി ലെൻഡേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷനെതിരായിട്ടും ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് മുണ്ട റിബല്യൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Munda rebellion or Al Gulan, the Great Townlet, was a tribal uprising led by Birsa Munda in the late 19th century. It took place in the Chota Nagpur region, presently Jharkhand. The Mundas fought against the British colonial policies and the exploitation by money. Subscribe to this channel for more videos like this. Question. Who was വീരപാണ്ഡ്യ കട്ടബൊമ്മൻ? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ആരായിരുന്നു? തമിഴ്നാട്ടിലെ പാഞ്ചാലിം കുർശിയിൽ നിന്നുള്ള ഒരു ലോക്കൽ മിലിറ്ററി ചീഫായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഇദ്ദേഹം വന്നിട്ട് ബ്രിട്ടീഷ് റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ടാക്സ് കളക്ഷൻ എഗെയിൻസ്റ്റ് ആയിട്ടും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എഗെയിൻസ്റ്റ് ആയിട്ടും ധൈര്യപൂർവ്വം ഫൈറ്റ് ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Veerapandya Kattabomman was a polygar, that is a local military chief from Panjali Kurshi in Tamil Nadu. He bravely resisted the British rule and their attempts to collect taxes from his people. He fought against the British East India Company and is remembered as a hero for his struggle. Question. Name 4 important leaders of 1857 revolt and the places they led from. 1857 റിവോൾട്ടിൽ ഉണ്ടായിരുന്ന 4 ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് ആരൊക്കെയാണ്? അവർ ലീഡ് ചെയ്ത പ്ലേസസ് ഏതൊക്കെയാണ്? അപ്പോൾ 1857 റിവോൾട്ട് വരുന്ന 4 ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് റാണി ലക്ഷ്മിബായ്, നാനാ സാഹബ്, ബീഗം ഹസ്രത്ത് മഹൽ, അതുപോലെ കുൻവാർ സിംഗ് ആണ്. ഇപ്പൊ റാണി ലക്ഷ്മിബായി വന്നിട്ട് ഝാൻസിയിലുള്ള റിവോൾട്ടാണ് ലീഡ് ചെയ്തത്. നാനാ സാഹിബ് വന്നിട്ട് കാൺപൂരിലുള്ള റിബല്യനാണ് ലീഡ് ചെയ്തത്. ബീഗം ഹസ്രത്ത് മഹൽ വന്നിട്ട് ലക്നൌവിലും, അതേസമയം കുൻവാർ സിംഗ് വന്നിട്ട് ബീഹാറിലുള്ള ആറാ പറഞ്ഞ സ്ഥലത്തുമാണ് ലീഡ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. 4 ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് were റാണി ലക്ഷ്മിബായ് led the revolt in Jhansi, Nana Sahib led the rebellion in Kanpur, Begum Hasrat Mahal led from Lucknow, Kunwar Singh was a leader in Ara, Bihar. Question. Discuss how English East India Company attained dominance in Madras, Bombay and Calcutta and interfered in the administration of these territories. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മദ്രാസ്, ബോംബെ, കൽക്കട്ടയുടെ ഡൊമിനൻസ് എങ്ങനെയാണ് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞത്, അതോടൊപ്പം ഈ ടെറിട്ടറീസിന്റെ അഡ്മിനിസ്ട്രേഷനിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്റർഫിയർ ചെയ്തതെന്നും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മദ്രാസിൽ കൺട്രോൾ കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ അവിടെയുള്ള ലോക്കൽ കിങ് മദ്രാസ് പോർട്ട് വന്നിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഗീവ് അപ്പ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പിന്നെ അത് ബോംബെ ആണ്. ബോംബെ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് കിങ് ആയിട്ടുള്ള ചാൾസ് ടൂവിന്റെ കല്യാണത്തിന് അതൊരു ഗിഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരുന്നത്. പിന്നെ വരുന്നത് കൽക്കട്ടയാണ്. കൽക്കട്ടയിൽ ഫോർട്ട് വില്യം പറഞ്ഞൊരു കമ്പനി ബിൽഡ് ചെയ്തു. അത് വന്നിട്ട് ഒരു 3 വില്ലേജസിന്റെ ചുറ്റളവിലായിരുന്നു ഉണ്ടാക്കിയത്. പിന്നീട് അതൊരു മേജർ ടൗൺ ആയിട്ട് മാറുകയും ആ ഒരു ടൗണിന്റെ ഫുൾ കൺട്രോളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിൽ വരികയും ചെയ്തു. അങ്ങനെയാണ് അവർ കൽക്കട്ടയിലെ ഡോമിനൻസ് അറ്റൈൻ ചെയ്തത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The English East India Company gained control over Madras when the local king ceded the port to them. They got Bombay as a gift to the British King Charles II during his marriage to a Portuguese princess. The company built Fort William in Calcutta, around 3 villages, which later grew into a major town under their control.
Question: What were the main results of the revolt of 1857? 1857 റിവോൾട്ടിന്റെ മെയിൻ റിസൾട്ട് എന്തൊക്കെയായിരുന്നു? ഇപ്പൊ 1857 റിവോൾട്ട് സപ്രസ് ചെയ്യപ്പെട്ടെങ്കിലും അത് കുറെ റിസൾട്ട് അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ഒരു റിവോൾട്ടോട് കൂടി എൻഡ് ചെയ്തു. ഇന്ത്യ വന്നിട്ട് ബ്രിട്ടീഷ് ക്യൂണിന്റെയും പാർലമെന്റിന്റെയും ഡയറക്റ്റ് കൺട്രോളിൽ വരികയും ചെയ്തു. പിന്നെ ഗവർണർ ജനറൽ എന്ന പോസ്റ്റ് റീപ്ലേസ് ചെയ്തിട്ട് വൈസ്രോയ് എന്ന പോസ്റ്റ് അവിടെ നിലവിൽ വന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Although the revolt was suppressed, it had major results. The rule of the English East India Company ended and India came under the direct control of British Queen and Parliament. The post of Governor General was replaced by the Viceroy. The revolt also inspired future national movements for independence. Question: What was the Sannyasi Fakir Rebellion? Sannyasi Fakir Rebellion എന്തായിരുന്നു? ഇപ്പൊ ലേറ്റ് 18th സെഞ്ചുറിയില് ബംഗാളില് ബ്രിട്ടീഷിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടന്ന ഒരു റിബല്യൻ ആണ് സന്യാസി ഫക്കീർ റിബല്യൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് സന്യാസിസും അതുപോലെ തന്നെ ഫക്കീസൊക്കെയാണ്. ഇവര് വന്നിട്ട് ബംഗാളിലുള്ള പാവപ്പെട്ട പെസൻസുമായിട്ട് ജോയിൻ ചെയ്യുകയും ബ്രിട്ടീഷിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഈ റിവോൾട്ട് എന്തിനാണ് ഉണ്ടായത് വെച്ചാല് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹാർഷ് ആയിട്ടുള്ള എക്കണോമിക് പോളിസീസും ഫാമൈൻ്റെ ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Sannyasi Fakir Rebellion was an early uprising against the British in Bengal in the late 18th century. It involved sannyasis, that is Hindu ascetics, and fakirs, Muslim holy men, who joined with poor peasants to fight against the British. The revolt was a response to the famine and the harsh economic policies of the East India Company. Question: Who was Birsa Munda and why is he important? Birsa Munda പറഞ്ഞാൽ ആരാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇമ്പോർട്ടന്റ് ആണെന്ന് കണക്കാക്കപ്പെടുന്നത്? ഇപ്പൊ ബിർസ മുണ്ട പറയുന്നത് ഒരു ട്രൈബൽ ഫ്രീഡം ഫൈറ്റർ ആണ്. ഇദ്ദേഹമാണ് ബ്രിട്ടീഷിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മുണ്ട റിബല്യൻ ലീഡ് ചെയ്തത്. ഇന്ത്യൻ പാർലമെന്റിൽ തൂക്കിയിട്ടുള്ള പോർട്രേറ്റുകളിലുള്ള ഒരേ ഒരു ട്രൈബൽ ലീഡറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ജനജാതീയ ഗൗരവ് ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ബിർസ മുണ്ട വാസ് എ ട്രൈബൽ ഫ്രീഡം ഫൈറ്റർ ഹു ലെഡ് ദ മുണ്ട റിബല്യൻ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. He is considered a hero for uniting his people to fight for their rights and land. He is the only tribal leader whose portrait hangs in the Indian Parliament and his birthday is celebrated as Janajadiya Gaurav Divas. Question: What was the Vellore Mutiny of 1806? 1806 നടന്ന വേലൂർ മുട്ടിനി എന്തായിരുന്നു? ഇപ്പൊ വേലൂർ മുട്ടിനി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ സിപ്പായിസ് നടത്തിയ മിലിറ്ററി റിവോൾട്ടാണ്. ഇത് വന്നിട്ട് തമിഴ്നാട്ടിലുള്ള വേലൂരിലാണ് സംഭവിച്ചത്. ഇതിന്റെ മെയിൻ കോസ് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ഡ്രസ് കോഡ് സോൾജേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു ഡ്രസ് കോഡ് എന്ന് പറയുന്നത് അവരുടെ റിലീജിയസ് സെന്റിമെന്റ്സിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലത്തെ രീതിയിലായിരുന്നു. അപ്പൊ ഈ ഒരു റിവോൾട്ട് സപ്രസ് ചെയ്യപ്പെട്ടെങ്കിലും ഇത് വന്നിട്ട് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയി മാറുകയുണ്ടായി. അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Vellore Mutiny was the first major military revolt by Indian sepoys against the British East India Company. It happened in Vellore, Tamil Nadu. The main cause was the introduction of a new dress code for soldiers that disrespected their religious sentiments. Although it was suppressed, it inspired later uprisings. Question: Who was Rani Chennamma of Kittur? കിട്ടൂറിലെ റാണി ചെന്നമ്മ ആരായിരുന്നു? റാണി ചെന്നമ്മ പറയുന്നത് കർണാടകയിലെ കിട്ടൂറിലെ ക്യൂൺ ആയിരുന്നു. അപ്പൊ റാണി ചെന്നമ്മ വന്നിട്ട് 1824 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആംഡ് റിബല്യൻ നടത്തിയിരുന്നു. ഇതെന്തിനാ ചെയ്തിരുന്നു വെച്ചാല് ബ്രിട്ടീഷുകാർ വന്നിട്ട് റാണി ചെന്നമ്മയുടെ അഡോപ്റ്റഡ് സണ്ണിനെ പിൻഗാമിയായിട്ട് സ്വീകരിച്ചില്ല. അതിനുശേഷം അവര് ഡോക്ട്രിൻ ഓഫ് ലാപ്സിന്റെ പോളിസി പ്രകാരം ഈ റാണി ചെന്നമ്മയുടെ കിങ്ഡം കീഴടക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവിടെ ഒരു വാർ ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്തത്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Rani Chennamma was the queen of the princely state of Kittur in Karnataka. She led an armed rebellion against the British East India Company in 1824. The British refused to recognize her adopted son as their heir and tried to annex her kingdom using the doctrine of lapse, which led her to declare war. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.